ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം സ്ഥിരീകരിച്ചു മന്ത്രി വി ശിവൻകുട്ടി. ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ചയുണ്ടാകില്ല. യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകിയതായും മന്ത്രി അറിയിച്ചു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. മുൻകരുതൽ നമ്മൾ എടുക്കാറില്ല. ഇത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർ, വിതരണം ചെയ്യുന്നത് സ്കൂളിലെ HM-മാരും ടീച്ചർമാരും. അവരറിയാതെ ചോദ്യപേപ്പർ ഒരു കാരണവശാലും പുറത്തു പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും. ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ഒരു കൂസലുമില്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പറയുകയാണ്. വലിയ മിടുക്കായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.